जय जय श्री चैतन्य श्री प्रभु नित्यानंद श्री अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद श्री अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद श्री अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ओमज्ञानतिमिरन्धस्य ज्ञानाज्ञनाशलाघया चक्षुरन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति सपदान्ति। वन्देकं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सगणललिता श्रीविशाखानिधांश ये कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांद राधा कांद नमस्ते। तप्त कांचन गौरंगी राधे वृंदावनेश्वरी शवानसुदे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरि ओम तत्श्रील प्रभुपाद की, गुरुदेव की, गुरु परंपरा की जय। वृंदावन शरण गोस्वामी की जय, नामाचार्य दास ठाकुर की जय। आय गौर परमानंद। हरि 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 बोल। हरे कृष्णा। ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ എന്ന ഈ അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകം. 69-ാമത്തെ ശ്ലോകം. കൃഷ്ണ മുരാരിഗുപ്ത മുഖേ ശുനി രാമഗുണഗ്രാമ ലലാടേ ലിഖില തൻര രാമദാസ് നാമാം. മുരാരിഗുപ്ത മുഖേ ശുനി രാമഗുണഗ്രാമ ലലാടേ ലിഖില തൻര രാമദാസ നാമാം. ശില പ്രഭാത് കി ജയ്. പദാനുപദ തർജ്ജമ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. മുരാരി ഗുപ്തൻ, മുഖേ വായിൽ നിന്ന്, ശുനി കേൾക്കുക, രാമചന്ദ്രന്റെ ഗുണഗ്രാമ മഹത്വങ്ങൾ, ലലാടെ നെറ്റിയിൽ, ലിഖില എഴുതി, തൻര മുരാരിഗുപ്തന്റെ, രാമദാസ ശ്രീരാമചന്ദ്രദാസന്റെ നാമം. വിവർത്തനം ശ്രീ പ്രഭുപാദ് കി ജയ്. മുരാരിഗുപ്തൻ ശ്രീരാമചന്ദ്രന്റെ ഒരു മഹാഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ശ്രീരാമചന്ദ്രന്റെ മഹിമകൾ ശ്രവിച്ചു ചൈതന്യ മഹാപ്രഭു തൽക്ഷണം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ രാമദാസൻ എന്നെഴുതി. അപ്പോ മുരാരിഗുപ്ത നമുക്കറിയാം, രാമലീലയിൽ ഹനുമാനായിരുന്നു. ചൈതന്യലീലയിൽ മുരാരിഗുപ്തനായിട്ട് വരുന്നു. അദ്ദേഹം ഡോക്ടറാണെന്ന് തോന്നുന്നു. ഡോക്ടറായിരുന്നു, എന്തോ വൈദ്യരൻ, അന്തോ ഡോക്ടറായിരുന്നു തോന്നുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് ഭഗവാൻ ചൈതന്യൻ സ്ഥിരം തമാശകളും ഒരുപാട് മക്കാറൊക്കെ ആക്കുമായിരുന്നു. അപ്പൊ ആ ലീലകളൊക്കെ ചൈതന്യ ചരിതാമൃതത്തിന് മുമ്പോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുരാരിഗുപ്തനൊക്കെ പറയുന്നത് ഞാൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഇവിടെ മുരാരിഗുപ്തൻ ശ്രീരാമചന്ദ്രന്റെ ഒരു മഹാഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ശ്രീരാമചന്ദ്രന്റെ മഹിമകൾ ചൈതന്യ മഹാപ്രഭു കേൾക്കുകയാണ്. അപ്പോ ആ മഹാപ്രഭു തൽക്ഷണം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ രാമദാസൻ എന്ന് എഴുതുന്നു. ഇതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭക്തർ എങ്ങനെ ആയിരിക്കണം, ഏത് അവസ്ഥയിലായിരിക്കണം, എന്തുമാത്രം ദയ, കരുണ, ടോളറൻസ്, ക്ഷമ, സഹിഷ്ണുത, സഹനശക്തി ഇത്യാദികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ
ഭക്തിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ചൈതന്യ ലീലയിൽ കൂടിയും കൃഷ്ണലീലയിൽ കൂടിയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ 53-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. ശുനഭായി ഏയ് സഭ ചൈതന്യ മഹിമ. അല്ലയോ ഭായി, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യന്റെ മഹിമ കേൾക്കൂ. ഏയ് ശ്ലോക കഹേ തൻര മഹിമാര സീമ. ഓ, ഈ ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ കാര്യങ്ങൾ പറയുന്നു. പ്രിയ സഹോദരന്മാരെ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ മഹിമകളെല്ലാം ദയവായി ശ്രദ്ധിക്കൂ. അവിടുത്തെ കർമ്മങ്ങളും സവിശേഷതകളും ഈ ശ്ലോകം വ്യക്തമായി സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സവിശേഷതകളും മറ്റ് കർമ്മങ്ങളുമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ദയവായി കേൾക്കാനാണ് പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ കവിരാജ് ഗോസ്വാമി പറയുന്നു. എന്നാൽ ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി കൂടുതൽ ശ്ലോകം കവിരാജ് ഗോസ്വാമി കൂട്ടി ചെയ്തേക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ്. ഇവിടെ കവിരാജ് ഗോസ്വാമി അപേക്ഷിക്കുന്നു, ആജ്ഞയല്ല, അപ്രകാരം ഭക്തി വിനോദ് ഠാക്കൂറും ചില സമയത്ത് തൻ്റെ ഭക്തരോട് ആജ്ഞാപിക്കുകയല്ല പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, കൈകൂപ്പി പറയുന്നു, കൃഷ്ണഭക്തിയിൽ കയറൂ എന്ന്. ഭക്തി വിനോദ് ഠാക്കൂറും തൻ്റെ അനുയായികളോടും സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും എല്ലാം പറയുന്നുണ്ട്, കൃഷ്ണഭക്തിയിൽ കയറൂ എന്ന് കൈകൂപ്പി പറയുന്നു. അതേമാതിരി നിത്യാനന്ദ പ്രഭുവും നവദ്വീപിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രബോധാനന്ദ സരസ്വതി ഒരു പുല്ലിൻ്റെ അറ്റം വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പുല്ലിൻ്റെ അറ്റം എന്തുകൊണ്ട് കഴിയും? സഹിഷ്ണുത, ക്ഷമ, സഹനശക്തി, ദയ, ശരണാഗതി, ഇതിനെല്ലാം അതിസംബോധന ചെയ്തുകൊണ്ടാണ് ശ്രേഷ്ഠ ഭക്തർ ശ്രേഷ്ഠരാവരുടെ കാലിൽ ശരണാഗതി പ്രാപിക്കുമ്പോൾ പുല്ലിൻ്റെ അഗ്രം കടിച്ചു പിടിക്കുന്നു. ഇവിടെ പ്രബോധാനന്ദ സരസ്വതി അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പണ്ഡിതനാണ്, എനിക്കറിയാം, നിങ്ങളെല്ലാവരും പണ്ഡിതരാണ്, എനിക്കറിയാം, ഞാൻ പറയുന്നത് കേട്ട് പിന്തുടരൂ, നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളെല്ലാവരും പണ്ഡിതരാണ്, പക്ഷെ എന്നാലും ഞാൻ പറയുന്നതൊന്ന് കേട്ട് ഇതിലൊന്ന് പിന്തുടരൂ എന്ന് പ്രബോധാനന്ദ സരസ്വതി പറയുന്നുണ്ട്. ഇത് നല്ലതാണെന്നും ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹിമ കേട്ടാൽ നമ്മുടെ ഭൗതിക ബന്ധനങ്ങൾ ഇല്ലാതാകും. അപ്പോൾ ഏതൊരു വ്യക്തി ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹിമ കേൾക്കുന്നോ ആ വ്യക്തിയുടെ ഭൗതികമായ ബന്ധനം അല്ലെങ്കിൽ ഭാവബന്ധനം മുറിഞ്ഞു പോകുന്നു, ഇല്ലാതാകുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ വായിൽ എല്ലായ്പ്പോഴും കൃഷ്ണ 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 എന്ന് കേൾക്കാം. ഇതാണ് കൃഷ്ണവർണ്ണം തുഷ അകൃഷ്ണം എന്ന് പറയുന്നത്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ ഇങ്ങനെ കൃഷ്ണ 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 എന്ന് മാത്രമേ കേൾക്കാം. പ്രത്യേകിച്ച് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ച് വന്നതിൽ പിന്നെ അദ്ദേഹത്തിന് വേറൊരു മൂഡിലോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്, കൃഷ്ണഭക്തിയുടെ ആ പരമപാരവശ്യത്തിൽ. അപ്പോൾ മഹിമ കേട്ടാൽ നമ്മുടെ ഭൗതിക ബന്ധനങ്ങൾ ഇല്ലാകുന്നു. ചൈതന്യ ദയാൻ കഥ കരോ വിചാർ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദയയിൽ വിചാരം ചെയ്യൂ, ശ്രദ്ധിക്കൂ. വിചാർ കരിവ മത്തെ പാവേ ചമക്കാർ. കൃപ ചിന്തിച്ചാൽ ബുദ്ധിയിൽ ചമക്കാറുണ്ടാകും. അതപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപകളും കാര്യങ്ങളും ഒക്കെ ഏതൊരു വ്യക്തി ചിന്തിച്ച മാത്രയിൽ ആ വ്യക്തിയുടെ ബുദ്ധിക്ക് തന്നെ ചമക്കാർ, മഹാവ്യത്യാസങ്ങൾ വരും എന്ന് പറയുന്നു. ചമക്ക അതിശയമായ ബുദ്ധിമാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രോസസ്സിൽ സമ്പർക്കമുണ്ടായാൽ ഭൗതിക ബന്ധനങ്ങൾ ഇല്ലാതാകുമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ വായിൽ എല്ലായ്പ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ ഭോക്താവ്, രാധാറാണി സേവക അല്ലെങ്കിൽ സേവിക. കൃഷ്ണൻ ആസ്വാദകൻ, ആസ്വദിക്കുവാനായിട്ട് സേവ ചെയ്തു കൊടുക്കുന്നത് രാധാറാണി. അപ്പോ കൃഷ്ണ ഭോക്താവ്, രാധാറാണി സേവിക,
ബുദ്ധിമാൻ വ്യക്തി കൃഷ്ണന്റെ പൂജയിൽ വ്യാപൃതനായിരിക്കും. അതാണ് യജന്തി സുമേധസ. അതിബുദ്ധിമാന്മാരായിരിക്കും കൃഷ്ണ അവബോധത്തിൽ വരുന്നതെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഏത് രൂപത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഭുവിന്റെ രൂപത്തിൽ ശ്രീമതി രാധാറാണിയുടെ തീവ്രത കാരണം അകൃഷ്ണൻ എന്റെ കളർ അല്ല, സേവികയുടെ കളറാണ് രാധാറാണി സ്വീകരിച്ചത്. കൃഷ്ണന്റെ കളറല്ല, സേവയുടെ തീവ്രതയിൽ കാന്തി ചേഞ്ചായി കൃഷ്ണനായി മാറുന്നു. ചൈതന്യ ലീലയില് 9:45 മാലി ഹയാ വൃക്ഷ ഹൈലാൻ എയ്ത ഇച്ഛതേ സർവ പ്രാണീര ഉപകാര ഹയ വൃക്ഷ ഹൈതേ. അതായത് ശാന്തരസത്തിലുള്ള ഭക്തി എത്രയും ശ്രേഷ്ഠമാണ് വൃജയിലെ വൃക്ഷങ്ങൾ എന്നുള്ളത് ഇവിടെ ഈ ചൈതന്യ ചരിതാമൃതത്തില് 9:45 ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കി തരുന്നു. ഞാൻ ഉദ്യാനപാലകനായി പ്രവർത്തിക്കുകയാണെങ്കിലും എനിക്ക് വൃക്ഷമായിരിക്കുകയും വേണം. കാരണം എങ്കിലേ എനിക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ കഴിയും. അപ്പൊ കൃഷ്ണഭക്തൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും പരോപകാരം, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. ഇതാണ് ചൈതന്യന്റെ ഹൃദയം. രാധാറാണിയുടെ ഹൃദയം സർവചരാചരങ്ങൾക്കും സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയം. ഇവിടെയാണ് മുരാരിഗുപ്തയ്ക്ക് സന്തോഷം വാരി കൊടുക്കുന്നത്. കാരണം അദ്ദേഹം രാമഭക്തനാണ്. രാമഭക്തന്റെ ലീലകളൊക്കെ മഹാപ്രഭുവിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു, അദ്ദേഹം കെട്ടിവയ്ക്കുന്നു. രാമഭക്തൻ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ എഴുതി കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ചൈതന്യ മഹാപ്രഭു ചെയ്യുന്നത്. കാരണം ശിവഭക്തനെ കാണുമ്പോൾ അദ്ദേഹം ശിവഭഗവാനായിട്ട് കാണിച്ചു കൊടുക്കുന്നു ചൈതന്യലീലയില്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഗുണപാഠമാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. അപ്പൊ സന്തോഷം കൊടുക്കുക ചൈതന്യന്റെ ഹൃദയമാണിത്. ഏതാവത് ജന്മസാഫല്യം ദേഹിനാം ഇഹ ദേഹീഷു പ്രാണയിർ അർത്ഥേഷു യാവാച ശ്രേയ ആചരണം സദാ. എല്ലാ പ്രാണികളുടെയും കർത്തവ്യം അവനവന്റെ പ്രാണൻ, ധൻ, ബുദ്ധി, വാണി ഇവയിൽ മറ്റുള്ളവർക്ക് ഗുണം ആണ് എങ്കിൽ നല്ല കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി അവന്റെ പ്രാണൻ, അവന്റെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ ബുദ്ധി, അവന്റെ വാണിയില്, അതായത് അവന്റെ സംസാരം, ആചരണം ഇവയിൽ മറ്റുള്ളവർക്ക് ഗുണം ആണ് എങ്കിൽ അതെല്ലാം നല്ല കർമ്മമാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി നമുക്ക് തരുന്ന ഒരു ഉപദേശമാണിത്. വൃജയിലെ കുട്ടികളോട് കൃഷ്ണൻ ചോദിക്കുന്നു, വളർന്നാൽ ആരാകണം? നമ്മളിപ്പോ കുട്ടികളോട് ചില കുട്ടികൾ പറയും പോലീസ് ആകണം, ചില കുട്ടികൾ പറയും പട്ടാളക്കാരനാണ്, ചില കുട്ടികൾ പറയും മജിസ്ട്രേറ്റ് ആണ്, ചിലർ പറയും പൈലറ്റ് ആകണം. ആരാകണമെന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു, എനിക്ക് അതാകണം ഇതാകണമെന്ന്. എന്നാൽ കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു, എനിക്ക് വൃന്ദാവനത്തിലെ വൃക്ഷം മാതിരി ആയാൽ മതി എന്ന്. അപ്പോൾ വൃന്ദാവനത്തിലെ വൃക്ഷമാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം. വൃന്ദാവനത്തിലെ വൃക്ഷത്തിന് എന്താണ് ഒരു പ്രത്യേകത? അപ്പോൾ ഓരോ ഭക്തനും വൃന്ദാവനത്തിലെ വൃക്ഷം മാതിരി ആയിരിക്കണമെന്ന ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നു. വൃജയിലെ വൃക്ഷം സഹിഷ്ണുതയുടെ മൂർത്തിമത് സ്വരൂപമാണ്. അപ്പോൾ ഒരു ഭക്തൻ സഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവത്തിലായിരിക്കണം. ഒന്നാമത്തെ ഉപദേശം തരുന്നു.
സ്വയം കാലാവസ്ഥയുടെ വ്യതിയാനം അനുഭവിച്ച്, അപ്പൊ ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും, അപ്പൊ ശരിയായ ഒരു ഭക്തൻ എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ മറക്കാതെ ശ്രദ്ധയോടെ ഭഗവത് സേവ ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. അപ്പൊ ഇവിടെ മരം ഫലമൂലാദികൾ തരുന്നു ഏത് പ്രതിസന്ധി കാലാവസ്ഥയിലും ഏതവസ്ഥയിലും. തണുപ്പ് തരുന്ന മറ്റുള്ളവർക്ക് ചായ കൊടുക്കുന്നു, അതായത് തണല കൊടുക്കുന്നു, ആശ്രയവും കൊടുക്കുന്നു. വൃക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ്, ഒരു ശിക്ഷണമാണിത്. എന്നാൽ വൃന്ദാവനത്തിലെ വൃക്ഷത്തിന് വളരെ വളരെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അവരുടെ ജന്മം ബ്രിജരസിലാണ്, അതായത് വൃന്ദാവനത്തിന്റെ മണ്ണില്. ജീവൻ വൃജരജിയിൽ ജീവിതകാലം മുഴുവൻ ആ വൃന്ദാവനത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നു. മരണകാലം വരെ ജീവിക്കുന്നു. പ്രാണം വിടുന്നത് ആ വൃന്ദാവനത്തിലെ മണ്ണില് ആണ് അവര് ജീവിക്കുന്നതും വളരുന്നതും അവരുടെ പ്രാണൻ വിടുന്നതും. എന്നാൽ നമുക്ക് വൃന്ദാവനത്തിൽ ജന്മം കിട്ടുന്നില്ല. അഥവാ ജന്മം കിട്ടിയാൽ വെളിയിലെ ജീവിതത്തിൽ ആകൃഷ്ടനാകുന്നു. കാരണം എല്ലാവരും പറയുന്നു വൃന്ദാവനത്തിൽ കിടന്ന് മരിച്ചാൽ പിന്നെ ഒരു ജന്മമില്ല എന്ന്. അപ്പോൾ വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാർ, ഭക്തരൊക്കെ ആണേലും അവരുടെ എൻജോയ്മെന്റ് കഴിഞ്ഞിട്ട് വൃന്ദാവനത്തിൽ പോയി ബാക്കി ശിഷ്ടകാലം പൈസയൊക്കെ ഉണ്ടായി ജീവിക്കാമെന്ന് കുറച്ചൊരു വീടൊക്കെ വാങ്ങിച്ച് അവിടെ താമസിക്കും. പക്ഷേ അവർ ശരണാഗതി പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവർക്കൊരു മാരകാസുഖം വരും. അപ്പോൾ അവർ ഡൽഹി പോകേണ്ടതായിട്ട് വരും. ആശുപത്രി കിടന്ന് രാം നാം സത്ത് ഹേ കഴിഞ്ഞ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്മാർട്ടാക്കാൻ നോക്കണ്ട. ഭഗവാൻ അറിയാം ഇതെങ്ങനെയുള്ള ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തൻ വൃന്ദാവനത്തിൽ തന്നെ കിടന്ന് മരിക്കും. അപ്പൊ എങ്ങനെയാണ് സംഭവം? 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ വൃന്ദാവന വൃക്ഷത്തിന് ഓരോ പദം ഓരോ സെക്കൻഡിലും രാധേ രാധേ എന്ന്. നമ്മുടെ ജന്മം രജോ ഗുണത്തിൽ ആണ്, വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പോൾ ആ വൃന്ദാവനത്തിൽ നമ്മൾ പോയാൽ തന്നെ നമ്മളുടെ ഗുണം രജോ ഗുണത്തിലാണ്. വെളിയിലുള്ള ആസക്തിയോട് നമുക്ക് താല്പര്യം കൂടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ മരണസമയത്ത് അവിടുന്ന് നമ്മളെ മാറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോകുന്നത് ഒരുപാട്. എന്നാൽ താഴെ തലയ്ക്ക് മുകളിൽ രജില് വൃക്ഷത്തിന്റെ തണൽ, ഹൃദയത്തിൽ ഹരിനാമജപം. നമുക്ക് വേണ്ടത് ഇത്. സ്വാത്വിക് വ്യക്തി ധാം നിഷ്ഠയാണിത്. അപ്പോൾ ഒരു സ്വാത്വിക് വ്യക്തിയുടെ ധാം നിഷ്ഠ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ വൃജയിലെ വൃക്ഷങ്ങൾ നമ്മളുടെ തലയ്ക്ക് മുകളിലാണ്. അത് നമുക്ക് തണല് തരുന്ന മറ്റുള്ളവർക്ക് അവരുടെ ആ വൃക്ഷത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണ 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 രാധേ 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 എന്നായിരിക്കും. ഹരിനാമജപം. പക്ഷേ നമുക്ക് വേണ്ടതോ സാത്വിക് ഗുണമാണ് വേണ്ടത്. പക്ഷേ നമ്മൾ രാജസിക്കിലാണ്, ശുദ്ധ സാത്വിക്കിലാണ് വളരെ നല്ലത്. ധാം നിഷ്ഠ നമുക്കില്ല. എന്നാൽ വൃക്ഷങ്ങളായ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾക്ക് വരെ ധാമിന്റെ നിഷ്ഠയുണ്ട്. വീണ്ടും വൃന്ദാവന വൃക്ഷത്തിന്റെ മഹിമകൾ. കൃഷ്ണ വിരഹദുഃഖത്തിൽ കഥ അന്യവൃക്ഷത്തിന് ഇല്ല. അതായത് വൃജയിലെ കംപ്ലീറ്റ് വൃക്ഷങ്ങൾക്കും വിരഹദുഃഖമാണ് അവർക്ക്. എന്നാൽ അന്യവൃക്ഷങ്ങൾക്ക്, വെളിയിലുള്ള വൃക്ഷങ്ങൾക്ക് ഇല്ല. ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അതുപോലെ അവരുടെ താഴ്മ. വൃജയിലെ വൃക്ഷങ്ങൾ എപ്പോഴും കുനിഞ്ഞാണ് നിൽക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദകമലം കാണാനും അവർക്ക് അഹംഭാവവും അഹങ്കാരവുമില്ല. ആയതിനാൽ അവരെല്ലായ്പ്പോഴും കുനിഞ്ഞാണ് നിൽക്കുന്നത്. ഞാനെന്നുള്ള ഭാവമില്ല. അപ്പൊ ഇവിടെ വീണ്ടും പ്രധാന വൃക്ഷത്തിന്റെ മഹിമ. കൃഷ്ണ വിരഹ ദുഃഖത്താൽ കഥ അന്യവൃക്ഷത്തിനേക്ക് ഇല്ല. ആ വൃക്ഷങ്ങൾക്കാണ് കൃഷ്ണ, വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾക്കാണ് വിരഹദുഃഖം. വെളിയിലുള്ള വൃക്ഷങ്ങൾക്കില്ല. രൂപഗോസ്വാമി പറയുന്നു വൃന്ദാവന വൃക്ഷങ്ങൾക്ക്
വിവേകശൂന്യ പ്രേമം എന്നാണ് രൂപഗോസ്വാമിയുടെ ഭാഷയിൽ. വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾക്ക് വിവേകശൂന്യ പ്രേമം എന്ന് വെച്ചാൽ അവർ കണ്ണടച്ചങ്ങ് കൃഷ്ണപ്രേമത്തിലാണ് എന്ന് രൂപഗോസ്വാമി പറയുന്നു. എന്നാൽ കൃഷ്ണപ്രേമ ദാവാഗ്നിയിൽ കത്തി അമരുന്നു. ബ്രജവൃക്ഷങ്ങള് കൃഷ്ണന് ആ കൃഷ്ണപ്രേമയിൽ, ആ പ്രേമത്തിൽ, അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള വിരഹ പ്രേമത്തിൽ, ആ വിരഹപ്രേമാകുന്ന ദാവാഗ്നിയില്, പ്രേമാഗ്നിയില് കത്തി അമരുകയാണ് ചെയ്യുന്ന ആ വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ ദുഃഖത്താൽ കാരണം കത്തി അമരുന്നു. ബ്രജവാസികൾ, സഖാക്കൾ, ഹേ കൃഷ്ണ, ഹാ കൃഷ്ണ, ഹാ കൃഷ്ണ എന്നാണ് ബ്രജയിലെ സഖാക്കൾ എപ്പോഴും കൃഷ്ണനെ ഇങ്ങനെ സ്മരിച്ചു കൊണ്ടിരിക്കുക. ഓൾറെഡി കൃഷ്ണൻ അവിടുന്ന് പോയി, എങ്കിലും ബ്രജയിലെ സഖാക്കൾക്ക് അവര് എല്ലായിടത്തും കൃഷ്ണനെ കാണുന്നു. ബ്രജയുടെ, അതായത് യമുനാ തട്ടില് ഓരോ വൃക്ഷങ്ങളുടെ ചുവട്ടിലും, ഓരോ വൃക്ഷത്തിലും, ഓരോ മൺകൂരയിലും, ഓരോ കുഴിയിലും, ഓരോ സ്ഥലങ്ങളിലും, ഓരോ വനങ്ങളിലും, ഓരോരുത്തടത്തും കൃഷ്ണനെ കാണുന്നു. അവിടെ എല്ലാം ഹാ കൃഷ്ണ, ഹാ കൃഷ്ണ, ഹാ കൃഷ്ണ എന്ന് പറഞ്ഞ് ഗോപന്മാർ നടക്കുന്നു. അവര് വിളിച്ച് കരയുന്നു. എവിടെയും കൃഷ്ണനായി കാണുന്നു. ഇവിടെ വിരഹം ഇല്ലാതാകുന്നു. അങ്ങനെ അവർ കഴിയുന്നത് കൊണ്ട് ഗോപന്മാർക്ക് വലിയ വിരഹം അനുഭവപ്പെടുന്നില്ല. കാരണം ഈ എല്ലായിടത്തും അവർ കൃഷ്ണനെയാണ് കാണുന്നത്. ആ കൃഷ്ണ, ആ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കുന്നത് കാരണം അവർക്ക് വിരഹം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇത് കാരണം ഉദ്ധവരെ വൃന്ദാവനത്തിൽ അയക്കുന്നു കൃഷ്ണൻ. അപ്പോൾ ഉദ്ധവരെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ അയക്കുന്നു. കാരണം നമുക്കറിയാം, ഉദ്ധവർ ശ്രേഷ്ഠ ഭക്തനാണ്. ഭക്തിയുടെ ടെക്നോളജി പേറ്റന്റ് കൊടുത്തത് കൃഷ്ണൻ ഉദ്ധവർക്കാണ്. അതിലുപരി ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. അതിലുമുപരി കൃഷ്ണന്റെ മാതിരി ഏറെക്കുറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രജവാസികൾക്ക് ഒരു സമാധാനം കിട്ടും എന്നുള്ള മനോഭാവത്തോടു കൂടി കൃഷ്ണൻ ഒരു പ്രേമപത്രവും കൊടുത്തിട്ട് വൃന്ദാവനത്തിലേക്ക് വിടുന്നുണ്ട് ഉദ്ധവരെ. എന്നാൽ കൃഷ്ണന്റെ പുറകിൽ വേറെ ഒരു ഉദ്ദേശമായിരുന്നു. ഊർജപ്രേമം ഉദ്ധവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം. കാരണം അത് നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, വൃന്ദാവനത്തിൽ അയക്കുന്നു കൃഷ്ണൻ. ഗച്ഛേത് തവ ബ്രജ സൗമ്യം പിതൃമൗ പ്രീതി മാതാക ഗോപിന മത് വിയോഗ ആദി പ്രീതി സന്തോഷ ഇതി വിമോചയ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പ്രത്യേകം പറയുന്നുണ്ട്, ഉദ്ധവ, നീ വെറുതെ വൃന്ദാവനത്തിൽ പോകുന്നു, ഞാൻ പ്രേമപത്രം തരുന്നുണ്ട്, പോകുന്നു. ഇത് ഗോപന്മാരെ വായിച്ച് കേൾക്കരുത്. കാരണം അവർക്ക് ഞാൻ അവിടെ ഇല്ല എന്നുള്ള ഭാവം അവരിൽ വരുന്നില്ല. അവരെല്ലായിടത്തും കൃഷ്ണനെ കാണുന്നുണ്ട്. ആയതിനാൽ നീ അവരെ വായിച്ച് കേൾക്കരുത്. എൻ്റെ മാതാപിതാക്കളെയും, എൻ്റെ അമ്മയും എൻ്റെ മാതാപിതാക്കളെയും ഗോപസ്ത്രീകളെ നീ വായിച്ച് കേൾപ്പിക്കുള്ളൂ. പിന്നെ ഭക്തിയെ പറ്റിയൊന്നും നീ ഗോപസ്ത്രീകളെടുക്ക പറയുകയും ചെയ്യരുത്. അപ്പം ഉദ്ധവ സന്ദേശം കൊടുക്കേണ്ടത് മയ്യ യശോദമ, നന്ദബാബ, ഗോപികകൾ അവർക്ക് കൊടുക്കാവൂ, ഗോപന്മാർക്ക് കൊടുക്കരുതെന്ന് പ്രത്യേകം ഭഗവാൻ ഉദ്ധവരെടുക്ക പറഞ്ഞു വിടുന്നുണ്ട്. എന്തുകൊണ്ട് സഖാക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞില്ല? കാരണം കൃഷ്ണൻ ഇവിടെ ഇല്ല എന്ന് അവർക്ക് തോന്നുന്നില്ല. അഥവാ കൊടുത്താൽ കൃഷ്ണൻ ഇവിടെ ഇല്ല എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അവർ വിരഹാഗ്നിയിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ആയതിനാൽ സഖാക്കൾക്ക് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും ഗോപസ്ത്രീകൾക്കും കൊടുത്തുകൊള്ളൂ എന്ന് കൃഷ്ണൻ ഉപദേശിക്കുന്നു ഉദ്ധവർക്ക്. പ്രേമം പരിപക്വമായി, സംഭ്രമമായി സഖാക്കൾക്ക്, ആ കൃഷ്ണനോടുള്ള പ്രേമം പരിപക്വമായിട്ട് ഒരു സംഭ്രമമായി മാറി സഖാക്കൾക്ക്. ആയതിനാൽ കൃഷ്ണൻ അവിടെ ഇല്ല എന്നുള്ളൊരു മനോഭാവം അവർക്ക് ഇല്ല. അതുകൊണ്ട് നീ ഈ പ്രേമപത്രം കൊടുത്ത് അവരുടെ ആ ഒരു ഭാവത്തെ നശിപ്പിക്കരുത്.
എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കൂ സ്വാന്തനം, എന്നാൽ എൻ്റെ ഗോപികകൾക്ക് സ്വാന്തനം കൊടുക്കാൻ ഉദ്ധവ നീ നോക്കിയാൽ വിഫലമാകും. എൻ്റെ മാതാപിതാക്കൾക്ക് നീ സ്വാന്തനം കൊടുത്തോളൂ, അതല്ല നീ എൻ്റെ ഗോപികകൾക്ക് നീ സാന്ത്വനം കൊടുക്കാനായിട്ട് നീ തുനിഞ്ഞാൽ നീ വിഫലമാകും ഉദ്ധവ എന്ന് ഭഗവാൻ പറയുന്നു. കാരണം ബ്രിജപാഠശാലയിൽ നീയും നിന്റെ ഗുരുവായ ബൃഹസ്പതിയും പഠിച്ചിട്ടില്ല ഉദ്ധവ. അതായത് ബ്രിജപാഠശാലയിൽ, പ്രേമത്തിന്റെ പാഠശാലയിൽ, സ്കൂളില് ഉദ്ധവ നീയോ നിന്റെ ഗുരുവായ ബൃഹസ്പതിയോ പഠിച്ചിട്ടില്ല. പല സമയത്തും പറയുന്നുണ്ട് നിന്റെ ബൃഹസ്പതി, നിന്റെ ഗുരു ഇതൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നീയും നിന്റെ ഗുരു ബൃഹസ്പതിയും പഠിച്ചിട്ടില്ല ഉദ്ധവ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉദ്ധവർ വിചാരിച്ച ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അത് പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോരാം. എന്നാൽ 2-3 മാസം താമസിച്ചു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലാകുന്നത് എന്താണ് ബ്രിജപ്രേമം എന്നുള്ളത് ഉദ്ധവർക്ക് മനസ്സിലാകുന്നത്. അപ്പോ എൻ്റെ ഈ പ്രേമ പത്രം തുടർച്ചയായി നീ പഠിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ അടുക്ക നീ പറയുവാണെങ്കിൽ അവര് നിന്നെ കൗണ്ടർ ചെയ്യും, അവർ നിന്ന് അത് സമ്മതിക്കത്തില്ല. അപ്പോൾ നീ ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. സനാതന ഗോസ്വാമി പറയുന്നു, ഒരു തവണ പഠോ, അതിൽ ശാന്തമായില്ലെങ്കിൽ തുടർച്ചയായി പഠിച്ചോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഭഗവത്ഗീതയോ ഭാഗവതമോ ചൈതന്യ ചരിതാമൃതമോ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു രസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവം, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന മഹത്വം, മഹിമ ഒക്കെ നമുക്ക് വെളിവാകുകയുള്ളൂ. തുടർച്ചയായിട്ട് പഠിക്കൂ, തുടർച്ചയായിട്ട്. അതിൽ ശാന്തമായില്ലെങ്കിൽ തുടർച്ചയായിട്ട് പഠിച്ചോ. ഓരോ വനത്തിലെ വൃക്ഷവും അതായത് കൊണ്ടേയിരിക്കുമെന്ന് നിന്റെ ബുദ്ധി ഇടല്ലേ ഉദ്ധവ എന്ന് പ്രത്യേകം പറയുന്നു. നീ നിന്റെ ബുദ്ധി ഇടരുത്, ഇട്ടാൽ നീ ഫെയിലാകും എന്ന് കൃഷ്ണൻ പറയുന്നു. ഓരോ വനത്തിലെ വൃക്ഷവും വിചാരിക്കുന്നത് ലാല കൃഷ്ണൻ അടുത്ത വനത്തിൽ പോയതാണ്. അടുത്ത വനത്തിലെ വൃക്ഷങ്ങൾ വിചാരിക്കുന്നത് ലാല പക്ഷേ ഓൾറെഡി കംസവധം കഴിഞ്ഞു. അപ്പോഴും അവിടുത്തെ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ വിചാരിക്കുന്ന ഈ 12 വനത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓരോ വനത്തിൽ കൃഷ്ണൻ പോയതാണ് എന്ന് വിചാരിച്ചാണ് ഈ വൃക്ഷങ്ങൾ സമാധാനിച്ചിരിക്കുന്നത്. എന്നാൽ ലാല ഇന്ന് വേറെ വനത്തിൽ പോയതായിരിക്കും. എന്നാൽ മധുരയിൽ കംസന്റെ വധം ഓൾറെഡി കഴിഞ്ഞു. 12 വനത്തിലെ വൃക്ഷങ്ങൾ ഇപ്രകാരം വിചാരിക്കുന്നു. അപ്പൊ ബ്രിജയിലെ വൃക്ഷം കൃഷ്ണവിരഹത്തിൽ കരിഞ്ഞു. ഓരോ ബ്രിജയിലെ വൃക്ഷങ്ങളും കൃഷ്ണന്റെ വിരഹത്തിൽ കരിഞ്ഞു. എന്നാൽ അവർക്ക് ജീവൻ കൊടുക്കുന്നത് ഗോപികകളുടെ കണ്ണുനീരാണ്. അതായത് ബ്രിജയിലെ വൃക്ഷങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോയ കാണാതായ ആ വിരഹ ദുഃഖത്തിൽ അവര് കരിയുകയാണ്. ദാവാഗ്നിയിൽ അവര് കരിയുവാണ്. പക്ഷേ അവർക്ക് ജീവൻ കൊടുക്കുന്നത്, ആ വൃക്ഷത്തിന് ജീവൻ കൊടുക്കുന്നത് ഗോപികകളുടെ കണ്ണുനീരാണ്. ജീവൻ കൊടുക്കുന്നു. രൂപഗോസ്വാമി പറയുന്നു, മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ വർണ്ണിക്കുന്നത് സഹനം ചെയ്യണമെങ്കിൽ വൃന്ദാവൻ വൃക്ഷത്തിന്റെ മാതിരി സഹിക്കുക. ചൈതന്യ മഹാപ്രഭു വ്യക്തമായിട്ട് പറയുന്ന ശിഷ്ടാഷ്ടകത്തില് ഇല്ലേ, തരോരവി സഹിഷ്ണ മാനദേന കീർത്തനീ സദാഹരി. ഒരു വൃക്ഷം മാതിരി നമ്മൾ, ഒരു പുൽക്കൊടി മാതിരി സഹിക്കുകയും വൃക്ഷം മാതിരി ക്ഷമിക്കുകയും, പുൽക്കൊടി മാതിരി ക്ഷമയും സഹനശക്തി വൃക്ഷം മാതിരിയും ഒക്കെ വേണം. അതായത് മാനിച്ചില്ലെങ്കിൽ നമ്മൾ മാനിക്കുക. ഇതാണ് ശരിയായ ഒരു ഭക്തന്റെ ലക്ഷണം. രാധാനാഥ് സ്വാമിയുടെ ഏത് ലെക്ചർ കിട്ടുമോ ഒരു 90% ലെക്ചറിലും ഇത് അദ്ദേഹം കൂട്ടി ചെയ്യും ഈ ശ്ലോകം. വളരെ കാരണം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും 12 തിലകവും ധോത്തിയും ഘണ്ടിമാലയും പിന്നെ ഹരേ കൃഷ്ണ നാമ ജപം കൊണ്ട് മാത്രം ഒരു ഭക്തനാകുമെന്ന് ആരും വിചാരിക്കേണ്ട.
ആചരണം ശരിയായാലേ ആചാരം ശരിയാകുള്ളൂ. ആചരണം നിർബന്ധമായിട്ട് ശരിയായിരിക്കണം. അപ്പോൾ താഴ്മ വേണം, സഹിഷ്ണുത വേണം, ജീവദയ വേണം, ദയ ഉണ്ടായിരിക്കണം, കരുണ വേണം. ഇതെല്ലാം ഒരു ഭക്തരിൽ ആ 25 ക്വാളിറ്റിയും തനിയെ വരുമെന്ന് രൂപഗോസ്വാമി പറയുന്നു. അതുണ്ടാക്കിയെടുത്തിരിക്കണം. അതിന് ഹരിനാമം കൂടുതൽ ജപിക്കുക, കൂടുതൽ സേവ ചെയ്യുക. അപ്പോൾ വൃക്ഷത്തിൻ്റെ സ്വഭാവം അഭിലാഷമില്ലാതെ സ്വീകരിക്കുക. ഒരഭിലാഷവുമില്ലാതെ നിഷ്കാമ സേവയാണ് അവരുടെ. അവർക്ക് ഒന്നുമില്ല. അവരെ വൃക്ഷങ്ങളുടെ കൈ വെട്ടിയാലും ശിഖരം വെട്ടിയാലും അവർ തണലും കൊടുക്കും, വെട്ടുന്ന ആൾക്ക് ഫലവും കൊടുക്കും. മാവ് വെട്ടാൻ വന്നിരിക്കുന്ന ആൾ ഒരു ശാഖ വെട്ടിയാലും അടുത്ത ശാഖയില് മാങ്ങയുണ്ടെങ്കിൽ അത് താഴെ ഇട്ട് കൊടുക്കും, തിന്നോളൂ, എന്നിട്ട് നീ എന്നെ വെട്ടിക്കോളൂ. ഇതാണ് വൃക്ഷത്തിന്റെ. ഈ വന്ന കാലത്ത് മഹാത്മാഗാന്ധി പറയുന്നത് കൊണ്ടല്ല. അപ്പം വൃക്ഷത്തിന്റെ സ്വഭാവം അഭിലാഷമില്ലാതെ സ്വീകരിക്കും. പ്രഭുപാദ് പറയുന്നു, ഗൗഡീയ സമ്പ്രദായത്തിലെ ആചാര്യന്മാർ, ഷഡഗോസ്വാമികള് ഓരോ വൃക്ഷച്ചുവട്ടിലും വസിച്ചിരുന്നു. വൃജയില്, വൃന്ദാവനത്തില് വൃക്ഷങ്ങൾ കൽപ്പതരുവാണ് എന്ന് ശീല പ്രഭുപാദ് പറയുന്നു. അതായത് ഒരിക്കല് ശീല പ്രഭുപാദ് നമ്മുടെ വൃന്ദാവനത്തിലെ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഒരു വൃക്ഷം, നമുക്ക് പോകുമ്പോഴെല്ലാം കാണാൻ നടുക്കൊരു വൃക്ഷമുണ്ടല്ലോ, അത് വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, വേണ്ട, വെട്ടരുത്. അപ്പം അദ്ദേഹം കുറെ കഴിഞ്ഞ് വന്ന് വൃന്ദാവനത്തിൽ വന്നപ്പോൾ ആ വൃക്ഷം നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾ നല്ല കീർത്തനവും നല്ലപോലെ ഭഗവാനെ സേവ ചെയ്യുന്നുണ്ട്, അത് ഈ വൃക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. കാരണം വൃക്ഷം നല്ലതുപോലെ തഴച്ച് നിൽക്കുന്നു. അപ്പോൾ വൃജയിലെ വൃക്ഷങ്ങൾ ഭഗവാന്റെ നാമങ്ങളും ഭഗവാനെ സേവ ചെയ്യും, ഭഗവാനെ കാണും, അവർക്ക് അതിമനോഹരമായ സന്തോഷമാണ്. അത് ശീല പ്രഭുപാദിന് മനസ്സിലായി. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് ആ വൃക്ഷം വെട്ടരുതെന്ന്. അപ്പോൾ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ കൽപ്പതരുവാണ്. ഗോസ്വാമികൾ വൃക്ഷത്തിന്റെ കീഴിലിരുന്ന് ഗ്രന്ഥം എഴുതുകയും വായിക്കുകയും അവരുടെ അഭിലാഷം വൃക്ഷം സാധിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കൽപ്പതരുവാണെന്ന് പറയുന്നത്. ഓരോ വൃക്ഷച്ചൂട്ടിലുമായിരുന്ന ഷഡഗോസ്വാമികൾ ഇരിക്കുകയും കിടക്കുകയും അവിടെ ഇരുന്ന് ഗ്രന്ഥങ്ങൾ എഴുതുകയും അത് വായിക്കുകയും ആ വൃക്ഷങ്ങൾ കേൾക്കുകയും അവർക്ക് ആനന്ദമാടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ ഷഡഗോസ്വാമികൾക്കും ഗൗഡീയ സമ്പ്രദായത്തിലെ ആചാര്യന്മാരും അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ സാധിച്ചു കൊടുത്തിരുന്നു. അമേരിക്കയിൽ ഒരു കൽപ്പവൃക്ഷം ഉണ്ടായിരുന്നു. പ്രഭുപാദ് വരുന്നതും കാത്തു നിന്നിട്ട് അതിൻ്റെ ചുവട്ടിലിരുന്നാണ് പ്രഭുപാദ് കീർത്തനം ചെയ്തും അങ്ങനെയാണ് ഈ ലോകം മൊത്തം കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചത്. അതിൻ്റെ കീഴിലിരുന്ന് കീർത്തനം ചെയ്തു, ലോകം മുഴുവൻ കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചു. പ്രഭുപാദ് വൃന്ദാവനത്തിലെ ഓരോ വൃക്ഷവും ഋഷിയുടെയും മുനിമാരുടെയും ജന്മമാണ്. അവർ ഋഷിമാരും മുനിയുടെയും രൂപത്തിൽ വിരാജമാൻ എന്നും പ്രഭുപാദ് പറയുന്നു. അപ്പോൾ പ്രഭുപാദ് പറയുന്ന ഓരോ ഋഷികളും ഓരോ മുനിമാരുമാണ് ഓരോ വൃക്ഷങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവരെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓരോ വൃക്ഷത്തിലും രാധ 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 എന്നാണ് വൃജയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഓരോ വൃക്ഷങ്ങൾക്കും ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നിവിടെ പറയുന്നു പ്രഭുപാദ്. രാധാറാണി സ്വയം തമാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആരുടെ സ്മരണയിൽ? കൃഷ്ണന്റെ സ്മരണയിൽ. അപ്പൊ ഇന്നും വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ ഭഗവാനെ കാണുന്നുണ്ട്, രാധാറാണിയെ കാണുന്നുണ്ട്. അപ്പൊ ഇന്നും വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ കൃഷ്ണനെ നേരിൽ കാണുന്നു, രാധാറാണിയെ കാണുന്നു എന്ന് പ്രഭുപാദ് പറയുന്നു. അപ്പോൾ ഒരു അമൂല്യമായ ഒരു ബന്ധമാണ് വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾക്ക്. അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ വൃന്ദാവനത്തിൽ പോയിട്ട് മനസ്സിൽ കളങ്കമില്ലാതെ ഓരോ വൃക്ഷച്ചുവട്ടിൽ നിന്ന് ആ വൃക്ഷത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടത്തിൻ്റെ ചുവട്ടിൽ ഒരു ഹരിനാമം ജപിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഉറപ്പായിട്ടും കണ്ണുനീര് വരും. അപ്പോൾ എന്താണെന്നുള്ള ഒരു അനുഭൂതി, എന്തോ ഒരു ബന്ധം, എന്തോ ഒരു മാസ്മരികത, എന്തോ ഒരു പൂർവിക ബന്ധം ആ വൃക്ഷങ്ങളും നമ്മളുമായിട്ട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 4000 വർഷങ്ങൾക്ക് ശേഷം മഹാപ്രഭു വൃന്ദാവനത്തിൽ വന്ന മാത്രയിൽ
ഓരോ വൃക്ഷത്തിനെയും തൻ്റെ വിരലിൻ്റെ അഗ്രഭാഗം കൊണ്ടാണ് തൊടുന്നു. അപ്പോ നേരിട്ട് രാധാകൃഷ്ണനെ കണ്ട ആ ഒരു പൂർണ്ണ രൂപത്തിൽ വൃക്ഷങ്ങൾ നേരിട്ട് രാധാകൃഷ്ണനെ കാണുന്ന ആ പൂർണ്ണ സ്വരൂപത്തിൽ കാണുന്ന മാതിരി അവര് ഫലം കൊടുക്കുന്നു, പുഷ്പം കൊടുക്കുന്നു. എന്നിട്ടോ ഈ ആടിക്കളിക്കുന്ന കാട്ടിൽ എങ്ങനെ ആടിക്കളിക്കുന്നു അതേമാതിരി വൃക്ഷം ആടിക്കളിക്കുന്നു, ആ സ്മരണയിൽ ആനന്ദിക്കുന്നു, നൃത്തം ചെയ്യുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഭക്തിയിൽ സിദ്ധപുരുഷൻ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾക്ക് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം ക്ലാസ് കൊടുക്കുമായിരുന്നു. നമുക്ക് വിചാരിക്കും വട്ടായിരിക്കും അല്ലേ? ആ സിദ്ധപുരുഷന്മാരെ പല ആചാര്യന്മാരും, രൂപഗോസ്വാമികൾ, സനാതന ഗോസ്വാമി, ഷഡഗോസ്വാമികൾ എല്ലാം വൃന്ദാവനത്തിലെ ഓരോ വൃക്ഷങ്ങൾ ചുവട്ടിലും ഇരുന്ന് അവർക്ക് ചൈതന്യ ചരിതാമൃതവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ക്ലാസ് കൊടുക്കുവാൻ അത് വളരെ ശ്രദ്ധയോടുകൂടി ആ വൃക്ഷങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. വിശ്വനാഥ് ചക്രവർത്തി പാദ് പറയുന്നു, ഭഗവാന്റെ ഒരു ഋതി ആര് സ്വതന്ത്ര ഭാവത്തിൽ ഓടുന്നോ അവരെ കിട്ടുന്നില്ല. ഏതൊരു വ്യക്തി ഞാൻ സ്വതന്ത്രനാണെന്നുള്ള ഭാവത്തിൽ ഓടുന്നുവോ അവരെ ഒരിക്കലും ഭഗവാൻ ബന്ധിക്കുന്നില്ല. ഏത്? പ്രേമപാശത്താൽ. കാരണം പ്രേമഭക്തിയിൽ ഇവർ ഭഗവാനെ ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട് ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പ്രേമഭക്തിയിൽ ഭഗവാനെ ബന്ധിക്കുന്നില്ല. അവർ പ്രേമഭക്തിയിൽ ഭഗവാനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ പ്രേമഭക്തിയിൽ അവരെയും ബന്ധിക്കുകയുള്ളൂ. അത് കാരണമാണ് സ്വതന്ത്രരാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ പുറകെ ഭഗവാൻ പോകില്ല. ഭഗവാൻ അവരെ കർമ്മബന്ധനത്തിൽ, ഈ സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്രരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ വ്യക്തികളെ ഭഗവാൻ എന്താലാണ് ബന്ധിക്കുന്നതെന്ന് വെച്ചാൽ കർമ്മബന്ധനത്തിൽ ബന്ധിക്കുന്നു. ഏത് വ്യക്തി ഭഗവാനെ പ്രേമപാശത്തിൽ ബന്ധിക്കുന്നുവോ അവരെ ഭഗവാൻ യമപാശത്തിൽ നിന്ന് മുക്തനാക്കുന്നു. ഏത് വ്യക്തി ഭഗവാനെ തൻ്റെ പ്രേമപാശത്തിൽ നിന്ന് ബന്ധിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ യമപാശത്തിൽ നിന്ന് ഭഗവാൻ മുക്തരാക്കുന്നു. ഇതാണ് ഭഗവാന്റെ ഋതി. നീ എന്നെ ബന്ധിക്കൂ പ്രേമപാശത്താൽ, ഞാൻ നിനക്ക് മുക്തി തരുന്നു. കൊടുക്കൽ വാങ്ങൽ, റെസിപ്രൊക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. നീ എന്നെ ബന്ധിക്കൂ, ഞാൻ നിനക്ക് പ്രേമം തരുന്നു, മുക്തി തരുന്നു. അപ്പൊ ഇത് അല്ല, ഞാൻ സ്വതന്ത്രനാണ്, ദൈവത്തിന്റെ ആവശ്യമില്ല. ഏത് ദൈവം? എവിടുത്തെ ദൈവം? ആര് പറയുന്നു? അങ്ങനെ ഇന്നത്തെ വലിയ ഫിലോസഫിയും തത്വമൊക്കെ പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളും എന്നാൽ ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും ഉണ്ട്. അവരെ ഭഗവാൻ കർമ്മബന്ധനത്തിലാണ് ബന്ധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രേമത്തിന്റെ പാശത്താൽ നിങ്ങൾ എന്നെ ബന്ധിച്ചാൽ ഞാൻ എൻ്റെ പ്രേമപാശത്താൽ ബന്ധിക്കുകയും ചെയ്യും. പിന്നെ യമപാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തിയും തരും എന്ന് പറയും. സത്യവ്രത മുനി പറയുന്നുണ്ട്, മദ്ഭയാത് വാദി വതോയം സൂര്യതപതി മദ്ഭയാത് വർഷാത് ഇന്ദ്രോ ദാഹത് അഗ്നി മൃത്യുചരതി മദ്ഭയ എന്ന് വെച്ചാൽ കൃഷ്ണനെ ഭയന്ന് സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നു. കൃഷ്ണനെ ഭയന്നാണ് സമയാസമയം സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശത്താൽ തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നു. ഗോവർദ്ധന ലീലയില് നന്ദമഹാരാജ് ഇന്ദ്രപൂജ ചെയ്യാൻ നേരത്ത് കൃഷ്ണൻ നന്ദമഹാരാജിന് കൊടുക്കുന്ന ഉപദേശത്തിൽ ഒരെണ്ണമുണ്ട്. ഇന്ദ്രന്റെ കർത്തവ്യമാണ് ഇന്ദ്രൻ ചെയ്യുന്നത്, അതിന് പൂജ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ള ഉപദേശം നന്ദമഹാരാജിന് കൊടുക്കുന്നുണ്ട്. കാരണം ഭഗവാന്റെ പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ കർത്തവ്യമാണ് മഴ പെയ്യിപ്പിക്കുക, നീ നിന്റെ കർത്തവ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഗോവർദ്ധന ലീലയിൽ ഇന്ദ്രൻ കൃഷ്ണനിൽ ഭയന്നു. കാരണം അവസാനം ഭയന്നിട്ട് സുരഭി പശുവിൻ്റെ അടുക്ക് ചെല്ലുന്നു, എനിക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല, ഒരു ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ സുരഭി പശു ചെന്നിട്ട്
ആ ഇന്ദ്രനോട്, സോറി, ഭഗവാൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, പാവമല്ലേ നമ്മുടെ ഇന്ദ്രൻ, അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ചില തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്, അങ്ങ് ക്ഷമിച്ചേര്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആ, പിന്നെ ശുപാർശ ചെയ്യുന്നത് സുരഭി പശുവാണ്. യമരാജ് കൃഷ്ണന് ഭയന്നാണ് തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. മൃത്യുചരിത മദ്ഭയ. യമരാജ് കൃഷ്ണനെ ഭയന്നാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള കൃഷ്ണൻ, ഭാഗവതം പറയുന്നുണ്ട്, എല്ലാ ദേവതകളും, ദേവീ ദേവതകൾ കൃഷ്ണനെ ഭയന്ന് തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നു. ഈ കൃഷ്ണൻ യശോദമായുടെ പ്രേമബന്ധനത്തിൽ കരയുന്നു. ഇപ്പൊ ദാമോദര ലീലയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോ ഈ കൃഷ്ണൻ, ഇങ്ങനെയുള്ള കൃഷ്ണൻ, കൃഷ്ണൻ അതായത് സൂര്യചന്ദ്രാദികളും ഇന്ദ്രനും ചന്ദ്രനും എന്ന് വേണ്ട സർവരും കൃഷ്ണനെ ഭയന്നിട്ട് മൃത്യുദേവൻ വരെ ഭയന്ന് അവരുടെ ധർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ദേവന്മാരും ദേവികളും എല്ലാം ഭഗവാന്റെ ആജ്ഞപ്രകാരം അവരവർക്ക് വിധിക്കപ്പെട്ട ധർമ്മങ്ങൾ ജോലികൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാൻ നോക്കിയേ യശോദമാതയുടെ ബന്ധനത്തിൽ കിടന്ന് കരയുന്നു. എത്രയോ തമാശയാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്, സത്യവ്രത മുനി പറയുന്നത്, വളരെ തമാശയായിട്ട്. അതുമല്ല, ഈ അസുരന്മാർ, രാവിലെ ഒരു അസുരനെ വൈകിട്ട് ഒരു അസുരനെയൊക്കെ വധിക്കുന്ന ആ കൃഷ്ണൻ ആ യശോദമായുടെ കയ്യിലിരിക്കുന്ന ഒരു ചുള്ളിക്കമ്പ് കണ്ടിട്ട് പേടിച്ചു വിറയ്ക്കുന്നു. എത്ര തമാശ എന്ന് പറയും. രുദന്തം മുഹൂർനേത്രം, കരയുന്നു, കണ്ണിക്കൂടെ കുട്ടുകുട്ടുകുട്ടുകുട്ടാ കണ്ണുനീരൊഴുകുന്നു. രുദന്തം മുഹൂർനേത്രം. അപ്പോൾ യശോദമാതയുടെ അടുക്കല് ആ കണ്ണ്, ആ കാജലെല്ലാം അരച്ച് കണ്ണ് നല്ല ചുമന്ന ആ കദംബപ്പൂ മാതിരി, പുഷ്പം മാതിരി ഉള്ള ആ ചുമച്ചായ ചുണ്ടിൽ നിന്ന് കണ്ണുകൂടി ഇങ്ങനെ കുടുകുടാ കണ്ണുനീര് വരുന്നത് കണ്ടപ്പോൾ തന്നെ യശോദമായുടെ കരളലിഞ്ഞു. അപ്പോൾ രുദണ്ഡം മുഹൂർനേത്രം, യശോദമായി എല്ലാവരോടും പറയുന്നു, ഒരാളും അഴിച്ചു പോകരുത്. അപ്പോൾ ഉരുള് നൂത്തി വെച്ചിട്ട് കൃഷ്ണനെ കെട്ടിയിട്ട് പറയുന്നു, ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, ഒരുത്തരും ഇത് അഴിച്ചു പോയേക്കരുത് എന്ന് യശോദമായി പറയുന്നു സഖാക്കളോടും. രോഹിണി മാതാ എന്ന് ഉച്ചത്തിൽ കൃഷ്ണൻ വിളിക്കുന്നു. പക്ഷെ രോഹിണി മാതാ അവിടെ ഇല്ല, കരയുന്നു കൃഷ്ണൻ. സുഹൃത്തുക്കളോട് പറയുന്നു, അവർ പറയുന്നു, സോറി കൃഷ്ണ, ഞങ്ങൾ സാഖ്യരസത്തിലാണ്, വാത്സല്യരസത്തിലാണ് നിന്നെ ബന്ധിച്ചിരിക്കുന്നത്. വാത്സല്യരസം സാഖ്യരസത്തെക്കാളും മുകളിലത്തെ പദമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അഴിച്ചുവിടാൻ പറ്റത്തില്ല. തന്നെയുമല്ല, ഞങ്ങൾക്ക് ശാസനം തന്നിട്ടുണ്ട് അഴിച്ചുവിടരുത്. കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, സമ്മതിച്ചു. എന്നാൽ ഈ ഉരളൊന്ന് കിടത്തി തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ പറഞ്ഞ കിടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല, ആ നൂന്ന് നിൽക്കുന്ന ഉരുളിനെ കിടത്തിയിട്ടു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നമുക്ക് ഇനി റിങ് കളിക്കാമെന്ന് പറയുന്നു അവരോട്. കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ, സാമർഥ്യമില്ല അഴിച്ചുവിടാൻ, എന്നാൽ നമുക്ക് കളിക്കാം. അവര് പറഞ്ഞു, ഓക്കെ. കൃഷ്ണൻ പറഞ്ഞു, ഈ ഉരളൊന്ന് മറിച്ചിട്ടാൽ നമുക്ക് ഉരുട്ടി റിങ് കളിക്കാം. സുഹൃത്തുക്കൾ പറയുന്നു, ഓക്കെ, ഇത് ചെയ്യാം. കവികർണപൂർ രൂപഗോസ്വാമി വർണ്ണിക്കുന്ന കളി തുടങ്ങി. ഇവിടെ ചിരിക്കാൻ തുടങ്ങി രസരാജ്. കൃഷ്ണൻ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് നാരദമുനിയും ചിരിക്കുന്നു. ഇവിടെ നാരദമുനി ഒരു വലിയൊരു ഒരു ഈ സന്ദർഭത്തിൽ വലിയൊരു ഭൂമിക നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുബേരന്റെ മക്കള് ദുരഭിമാനം, രുദ്രസ്യ അനുചരതോ, കുബേർ ധർമ്മരാജിന്റെ ധനരാജിന്റെ കുബേർ ധനരാജിന്റെ പുത്രനാണ്. അവര് ധനത്തിൽ ദേവന്മാരുടെ ട്രഷറി എല്ലാം നോക്കുന്നത് കുബേരനാണ്, അദ്ദേഹത്തിന്റെ പുത്രനാണ്. ഞങ്ങൾ ദേവതകളാണെന്നുള്ള ഒരു അഹംഭാവം, തേജസികളും യൗവനക്കാരും നല്ല സുന്ദരന്മാരുമാണെന്നുള്ള ഒരു അഹംഭാവം, ഐശ്വര്യം, സുന്ദരം, വിദ്വാൻമാര എന്നുള്ള രീതിയിലുള്ള അഹംഭാവം മൊത്തവും ഈ കുബേരന്റെ രണ്ടു മക്കൾക്കും ഉണ്ടായിരുന്നു, മണിഗ്രീവനും നളഗ്രീവനും ഉണ്ടായിരുന്നു. എന്നാൽ ജന്മ, ഐശ്വര്യ, ശ്രുത, സ്തുതി, ഈ 4 ഗുണത്തിൻ്റെയും ദോഷം അവർക്കുണ്ടായിരുന്നു. അഹങ്കാരം, അഭിമാൻ, ഗർവ്, ഈ ഗുണം സൂക്ഷ്മം, ഇത് വന്നാൽ എല്ലാവരുടെയും ഗതി ദോഷത്തിലേക്ക് പോകുള്ളൂ, അധോഗതി. എന്നാൽ നിർമ്മമോ നിരഹങ്കാര, നമുക്കറിയാവുന്ന ശ്ലോകം,
അടുത്ത ശ്ലോകം വിദ്യാവിനയതേ. അടുത്ത ശ്ലോകം തൃണാദപി സുനിച്ചേന അമാനിന മാനതേന ഇത്യാദി കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ മുകളിൽ കണ്ട അഹങ്കാരം, ആ ഇല്ലായ്മ വരുള്ളൂ. ഗർവ്, അതായത് ജന്മം, ഐശ്വര്യം, ശ്രുതി, സ്തുതി ഇത്യാദി ദോഷങ്ങൾ ഗുണത്തിൽ നിന്ന് വെളിയിൽ വരൂ എന്ന് ഇവിടെ പറയുന്നു. അമാനിതേന മാനതേന, അതായത് അമാനീന മാനതേന തഥാ കൃഷ്ണനാമ ലോവേ ബ്രിജ രാധാകൃഷ്ണ സേവേ മാനസി കരിവേ. രഘുനാഥ് ദാസിന്റെ അടുക്കൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, കൈലാസ് ഡാമിൽ ശാന്തി കൈലാസ് ഡാമിൽ മന്ദാകിനി ഗംഗാ നദിയുടെ തീരത്ത് നിന്ന് ശ്രീസംഗം ചെയ്യുന്നു. ആര്? കുബേരന്റെ മക്കൾ. അതും നഗ്നാവസ്ഥയിൽ. തന്നെയുമല്ല, മദ്യത്താൽ അവർക്ക് ബോധം പോയിരുന്നു. ഇതിൽ കൂടുതൽ വീഴാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ധർമ്മത്തിന്റെ സ്തൂപങ്ങളെല്ലാം അവർ കടകുഴി വിട്ടു. അപ്പോൾ അത് ഒരു വലിയ ഒരു അഹംഭാവത്തിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ ധർമ്മത്തിന്റെ സ്തൂപം നശിപ്പിച്ചു. ഭഗവാന്റെ സ്വരൂപം ഭക്തർ മുഖാന്തരം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ നളഗ്രീവും മണിഗ്രീവിന്റെ കൂട്ടത്തില് ഇതവര് നമ്മളെ കാണിച്ചു തരുവാണ്. ഓരോ ഭക്തനും എങ്ങനായിരിക്കണം, ഈ 4 ദോഷങ്ങൾ വന്നാൽ അവരുടെ ഗതി അധോഗതിയാണെന്നുള്ള ഭഗവാന്റെ ഭക്തന്മാരിൽ കൂടി നമുക്ക് ഗുണപാഠം തരികയാണ്. പ്രിയ ഭക്ത ദ്വാരെ അന്യേര ശിക്ഷാ കരോ ഏയ് പ്രകാരേ. നളഗ്രീവും മണിഗ്രീവും നമ്മളെ കാണിച്ചു തരുന്നു ധർമ്മ പ്രഷ്ടാഹം, അതായത് ധർമ്മത്തിനെ എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ധർമ്മത്തിന് വെളിയിൽ എപ്പോഴും ഇങ്ങനെ വരും എന്ന് കാണിക്കുന്നു. ഭവബന്ധം കട്ടാക്കുന്നു സാധു സംഘത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഏതൊരു വ്യക്തി ഒരു സാധു സംഘത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഭവബന്ധങ്ങൾ ഇല്ലാതാക്കുന്നു. സാധുസംഘ അപാര മഹിമ. സാധുസംഘം എന്ന് പറയുന്നത് അപാരമായ ഒരു മഹിമയാണ്. അതുകൊണ്ട് എവിടെ ഏത് വ്യക്തിക്ക് സാധുസംഘം കിട്ടുന്നോ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ആ ഭവബന്ധനം, ജന്മ, മൃത്യു, ജരാ, വ്യാധി, ദുഃഖ, ദർശനം എന്ന് പറയുന്ന ഭവരോഗത്തിന്റെ ആ ബന്ധനത്തിൽ നിന്ന് ഏതൊരു വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള പ്രാപ്തി സാധു സംഘത്തിനുണ്ട് എന്ന് കാണിച്ചു. കാരണം ഇവിടെ സാധു സംഘം എന്ന് പറയുന്നത് നാരദമുനിയാണ്. ആ നാരദമുനിയുടെ സംഘം കാരണം ഇപ്പം ആചാര്യന്മാര്, ഗുരുക്കന്മാര്, നമ്മുടെ ഗുരുമഹാരാജ് നമ്മളോട് ദേഷ്യപ്പെടുവോ, നമ്മളോട് വഴക്ക് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമായ ഒരവസ്ഥയാണ് അതെന്ന് നമ്മൾ കരുതണം. കാരണം അതൊരു അനുഗ്രഹമാണ്. എന്നാൽ അവരോട് ഒരിക്കലും ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. കാരണം അത് നമുക്കൊരു കൃപയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നാരദമുനി ദേഷ്യപ്പെട്ടതും അവരെ ശപിക്കുന്നതും അവർക്ക് കിട്ടിയ അതുല്യമായ ഒരു കൃപയാണെന്നുള്ള വസ്തുത നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ശപിക്കുന്നത് മാത്രമല്ല, 2 വൃക്ഷങ്ങളായി പോകട്ടെ എന്ന് പറയുകയും വീണ്ടും അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. ബ്രിജയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാനും മനസ്സിലാക്കുവാനുമുള്ള അവബോധവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഉള്ള അനുഗ്രഹവും കൂടെ കൊടുക്കുന്നു. ആയതിനാൽ ആ വൃക്ഷച്ചുവട്ടിൽ അതായത് നന്ദമഹാരാജന്റെ കൂട്ടിയാടിൽ നടക്കുന്ന കൃഷ്ണലീലകൾ എല്ലാം അവർക്ക് കാണാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും രസിക്കുവാനും ഉല്ലസിക്കുവാനും എല്ലാ അവസരം കിട്ടുകയും തന്നെയുമല്ല ആ വൃക്ഷത്തിൽ കയറി ചാടുകയും മറിയും അതിലെ ഫലങ്ങൾ കഴിക്കുകയും എല്ലാം കൂട്ടുകാർ കൂടി എല്ലാം നടത്തുകയും എന്നുള്ള അനുഗ്രഹം അവർക്ക് കിട്ടി. ഈവൻ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം, അതായത് നാരദമുനിയുടെ ഒരു ശാപം കൊണ്ട് അവർക്ക് കിട്ടി. ഇതാണ് ആചാര്യന്മാരുടെ മഹിമ. അതാണ് സാധു സംഘ അപാര മഹിമ എന്ന് പറയുന്നത്. അപ്പൊ നാരദമുനിയുടെ ശാപം അല്ല, പ്രസാദമാണ്.
വ്യാസദേവൻ ദുഃഖം മാറുന്നത് നാരദ മുനിയുടെ അടുക്ക സങ്കടം പറയുന്നു. അപ്പോൾ ഭാഗവതം എഴുതാൻ പറയുന്നു. ഇതിനാൽ നമുക്ക് ഭാഗവതം കിട്ടുന്നു. വ്യാസദേവന്റെ ദുഃഖം മാറുന്നു. മൃഗാരിയുടെ ജീവിതത്തിൽ നാരദമുനി വന്നു, ജീവിതം ധന്യമായി. വാൽമീകിയുടെ ജീവിതത്തിൽ നാരദമുനി വന്നു, ജീവിതം ധന്യമായി. പ്രഹ്ലാദ്, ധ്രുവ മഹാരാജ് ഇവരുടെ ജീവിതത്തിൽ നാരദമുനി വന്നു, സന്തായി മാറി അവർ രണ്ടാളും. കൈലാസധാമത്തിൽ മന്ദാകിനിയുടെ തട്ടിൽ നിന്ന് യമുനയുടെ തട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ നളഗ്രീവിനെ, മണിഗ്രീവിനെ. അപ്പോൾ ചൈതന്യ ചരിതാമൃതം പറയുന്നു, ഭ്രമിതേ സാധു വൈദഗ്ധ്യകുപായേ താര ഉപദേശ മന്ത്ര പിശാച തലയെ എന്ന് വെച്ചാൽ നമ്മളെല്ലാം പിശാചീയ രൂപത്തിൽ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ അവസ്ഥയിൽ സാധു മന്ത്രം ഉപദേശം തന്നെ പിശാചിനെ ദൂരെ അകറ്റുന്നു. അപ്പൊ ഈ കാമക്രോധ ലോപമോഹ മതമാത്സര്യമാകുന്ന പിശാചിനെ സാധു സംഘത്തിൽ കൂടി കഴിയുമ്പോൾ അവർക്ക് നമ്മൾക്ക് ഉപദേശങ്ങളും മന്ത്രങ്ങളും തന്നിട്ട് നമ്മളിലുള്ള പിശാചിയ സ്വഭാവത്തെ അകറ്റിക്കളയുന്നു, അല്ലെങ്കിൽ കരിച്ചു കളയുന്നു, അല്ലെ ദൂരെ അകറ്റുന്നു. മയ്യ എന്നെ ബന്ധിച്ചു, ഞാൻ എൻ്റെ ബന്ധനം അഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭക്തരുടെ ബന്ധനം ഞാൻ അഴിക്കട്ടെ. അതായത് എൻ്റെ ഭക്തൻ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഇവരെ മോചിപ്പിക്കുമെന്ന്, മോക്ഷം കൊടുക്കുമെന്ന്. അത് എനിക്ക് ഭഗവാൻ ഓർമ്മ വന്നു. ആ ഉരളിൽ കെട്ടിക്കിടന്നപ്പോൾ ആ ഉരളും വലിച്ചുകൊണ്ട് 2 വൃക്ഷങ്ങളുടെ നടുവിൽ കൂടി പോയി ആ ഉരൾ ഉടക്കി ഒരു വലി വലിച്ചു. 2 വൃക്ഷങ്ങളും കടപുഴകി വീണു. അതിൽ നിന്ന് 2 അഗ്നിജാല വരുന്നു. അവർ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പോകുന്നു. അപ്പം ഇതാണ് അഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭക്തരുടെ ബന്ധനം അഴിക്കണം. യമുളാർജുന അമരം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ, സേവയിൽ മുഴുകുക. ഒരു മരം മാതിരി നമ്മുടെ സ്വഭാവത്തെ നല്ലതാക്കിയെടുക്കുക. താഴ്മ, സഹിഷ്ണുത, സഹനശക്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ചൈതന്യ ചരിതാമൃതം പഠിച്ചാൽ വല്ലതുമൊക്കെ മനസ്സിലാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞില്ലേ എന്താണ് ചൈതന്യ മഹാപ്രഭു കൃഷ്ണഭക്തരുടെ മുന്നിൽ കൃഷ്ണനായിട്ടും ശിവഭക്തരുടെ മുന്നിൽ എന്താണ് പറയുക? മാതാജി എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്താ പറഞ്ഞ ശിവഭക്തരുടെ മുന്നിൽ ശിവനായിട്ട് വരുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. എന്നിട്ട് അവരെ ഒരു ശിവഭക്തന്റെ മുമ്പിൽ ശിവനായിട്ട് വന്നിട്ട് ആ ശിവഭക്തനെ എടുത്ത് തോളത്തി വെച്ചിട്ട് ഹരിനാമം ചൊല്ലി നൃത്തം ചെയ്യുന്നുണ്ട്. ചൈതന്യ ലീലയിലുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അങ്ങനെയാണ് നമ്മൾ ശിവനെയും അതുപോലെ പ്രാർത്ഥിക്കേണ്ടതല്ലേ? മഹാപ്രഭു തന്നെ ശിവനായിട്ടും ആവണമെങ്കിൽ നമ്മള് ശിവനെ അതേ രീതിയിൽ പ്രാർത്ഥിക്കണ്ടേ? ശിവനെ പ്രാർത്ഥിക്കേണ്ട ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ശിവനെ ഭഗവാനായിട്ട് കാണണ്ടാന്ന്, പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണരുത്. ശിവനെ നമ്മൾ എപ്പോഴും നിന്ദിക്കരുത്. ഒരു കാരണവശാലും ശിവനെ നിന്ദിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ദേവന്മാരെ നിന്ദിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയില്ല. നമ്മളെക്കാളും കോടാനുകോടി മടങ്ങ് ക്വാളിറ്റി ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ സേവയിൽ അവർക്ക് സ്ഥാനം കിട്ടിയത്. അപ്പോൾ എവിടെ ശിവഭഗവാന്റെ അടുക്ക പോയാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക, എന്നിട്ട് പറയുക എനിക്ക് കൃഷ്ണപ്രേമം തരണേ എന്ന് അവരോട് പ്രാർത്ഥിക്കുക. കൃഷ്ണൻ ശിവഭഗവാനോട് പറയുക. തീർച്ചയായിട്ടും ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പാർവതി ദേവിയോട് പറയുന്നുണ്ട്, ദേവി എൻ്റെ ഭക്തന്മാർ എന്നെ കാണാൻ വരുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ഭഗവാന്റെ ഭക്തൻ വരുന്നതാണ്. മാതാജി മനസ്സിലായോ? മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. നാളെ എത്ര മണിക്കാ ഭഗവത്ഗീത? 7 മണിക്കാ. ഹരേ കൃഷ്ണ. മാതാജി ഹരിബോ. ഹരേ കൃഷ്ണ. എല്ലാ ദിവസവും 7 മണിക്ക് തന്നെയല്ലേ പ്രഭു? 7 മണിക്ക്. 8 മണിക്കല്ലേ പ്രഭു 8 മണിക്കാണ്. ഭാഗവതം? അല്ല, ഭഗവത്ഗീത നാളെ. ഭഗവത്ഗീത ഭഗവത്ഗീത 7 മണി പ്രഭു, 7 മണി, 7 മണി. 7 മണിക്ക്. ഓ, ഹരേ കൃഷ്ണ. ജയ ഹോ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ.